ചേട്ടാ എത്ര നാളായി ഇവിടെ ബിസിനസ് തുടങ്ങിയിട്ട്? ഞാനിവിടെ നമ്മുടെ കട തുടങ്ങിയിട്ട് ഒരു മാസമേ പക്ഷേ നമ്മൾ നാട്ടുകാരനാണ്. ഇപ്പോൾ എത്ര വയസ്സുണ്ട്? എനിക്ക് 42 വയസ്സ്. അപ്പോൾ 25 വയസ്സുള്ള സമയത്താണ് ഇവർ ഈ സംഭവമൊക്കെ ചെയ്യുന്നത്. അതായത് ഇവിടെ കട തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നമ്മുടെ സഹോദരൻ്റെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2002-2003 കാലഘട്ടത്തിൽ ഈ പാലം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനമായി. അതിനുശേഷം ഇങ്ങോട്ട് ഒരു കുറേ വർഷക്കാലം ഈ പാലത്തിലെ ലൈറ്റോ മറ്റുള്ള ക്യാമറ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. അതിനുശേഷം അപ്പോൾ അക്കാലത്തായിരിക്കണമല്ലോ ഈ സംഭവം നടന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കൃത്യം നടത്താനുള്ള സംവിധാനം ഒരു ഇരുട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഫുള്ള് ഇത്രയും ട്രാഫിക് ഇതില്ല, തിരക്കുകൾ, വണ്ടികളില്ല, റോഡ് നല്ല ആ സമയത്ത് ഇത്രയും VNC ലെവലൊന്നും ആയിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് വന്നതിന് ശേഷം തിരക്കുകൾ കൂടി റോഡിൽ ആ സമയത്തൊന്നും അത്രയും തിരക്കില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചക്കുളം കാവും പിന്നെ അതുപോലെ തിരുവല്ലയിലേക്കൊക്കെ പോകാനും ഏറ്റവും സൗകര്യമായിട്ട് പോകാൻ പറ്റുന്നത്. ഈ അനിൽകുമാറിനെ അറിയാമോ? ഇല്ല, അറിയില്ല. അറിയത്തില്ല. നമ്മൾ ആരെയും തന്നെ തിരിച്ചറിയാം. 3 കിലോമീറ്റർ അകത്താണല്ലോ ഇവരെല്ലാം ഉള്ളത്. ആണോ? എങ്കിലും ഇപ്പം നമ്മൾ ഈ പാലം വന്നതിന് ശേഷമല്ലേ നമ്മൾ ഒരു കണക്ഷൻ വന്നിട്ട്. അതിനുശേഷം ഇവിടെ ഒരു കടത്തായിരുന്നു, വലിയരുമ്പുഴ കടത്തായിരുന്നു. അതിനുശേഷം ഈ പാലം വന്ന് പാലത്തിന് എല്ലാവർക്കും പോകാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അറിയില്ല. ഇപ്പോൾ ഈ പാലം വന്നതിന് ശേഷമാണോ ഇപ്പോൾ ഇത്ര വർഷമായി പാലം വന്നിട്ട്? 2002-2003 ഉദ്ഘാടനം. ഇന്നലെ മകൻ പറയുന്നുണ്ടായിരുന്നു അമ്മ ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. അതെ, അത് പുതിയ അദ്ദേഹത്തിൻ്റെ ആ പയ്യൻ്റെ അച്ഛനോടുള്ള അമിതമായിട്ടുള്ള ഒരു വിശ്വാസമായിരിക്കാം. ഇപ്പോഴത്തെ കാലത്തിൻ്റെ അനുസരിച്ച് അങ്ങനെ ഒരു വിശ്വാസമൊക്കെ ഉടലെടുത്ത് വളർത്താനൊക്കെ സൗകര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ പയ്യൻ്റെ ചിന്താഗതി ആയിരിക്കാം അത്. വലിയ വലിയ ക്രിമിനലുകൾ പല രീതിയിലും കാര്യങ്ങൾ മറയ്ക്കാനൊരു സംവിധാനം ഇല്ലേ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ആറ്റിൽ തള്ളാനായിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ അവർ പ്ലാൻ മാറ്റിയതാവാനാണ് സാധ്യത അല്ലേ? അങ്ങനെ ആയിരിക്കാം. അവർ ആ സമയത്ത് നോക്കിയപ്പം പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല, അധികം ഇന്നത്തെ പോലെ അധികം വാഹനങ്ങളില്ല, ആളില്ല, മറ്റ് കടകളില്ല, ഒന്നുമില്ലാത്ത സമയമായിരുന്നു ആ സമയമൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അവർ ചൂസ് ചെയ്തതായിരിക്കാം. എവിടെ വീട്? ശരിയാണ്, ഞാൻ തൃക്കപ്പുഴ അറാട്ടുപുഴ എന്ന് പറയും. അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ ഈ ഏരിയയിലൊക്കെ മീൻ വിൽക്കുന്നത്. അത് കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമ്മളിപ്പം ഈ അടുത്ത് അറിഞ്ഞത്. പക്ഷെ അതൊക്കെ മോശമല്ലേ, നമുക്കതല്ലേ അറിയാനൊക്കെ. സത്യസന്ധതയ്ക്ക് എന്നും വിലയുള്ളതല്ലേ. അതെ, അവിടെ വഴിക്ക് നമുക്ക് പിന്നെ സത്യസന്ധത എന്താണെന്നുള്ളത്, എവിടെ എന്താ ഫാൾട്ട്, എന്താ പ്രശ്നം, എവിടെയാണെന്നുള്ളത് നമുക്കിൻ്റെ തുടക്കമൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ ക്രൂരമായിട്ട് കൊന്ന എന്നിപ്പം എല്ലാവരും പറയുന്നു, നമ്മൾ കേൾക്കുന്നു. ഈ ലൈറ്റ് ഒന്നുമില്ല, ഇവിടെ ലൈറ്റും വെട്ടമൊന്നുമില്ല, റോഡ് ശൂന്യമായിരുന്നു. 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും പുറത്തോട്ടിറങ്ങത്തില്ല, വെട്ടമൊന്നും ഇല്ലാത്ത കാലമാണ് അത്. പിന്നെ 15 വർഷം കഴിഞ്ഞാൽ ഇവിടെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഉണ്ട്. അല്ലാതെ ഇന്ന് ഇപ്പം എൻ്റെ ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കാണാൻ. അവരെല്ലാം ഒന്നിച്ച് പഠിച്ചവരൊക്കെ കൂട്ടുകാരിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കാണുക ഒത്തിരി നാളായി കണ്ടിട്ട്, എവിടെയാണെന്ന് പോലും ഒരു അറിവില്ല എന്നൊക്കെ പറയും. അപ്പം എൻ്റെ ഭാര്യയുടെ പേരും മന്നാറ് തന്നെ, പാവക്കരയില്ല എൻ്റെ പേര് വൈഫ്, അവർക്കൊക്കെ അറിയാവുന്നത്. എന്നാൽ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് പറഞ്ഞത് കാണാനില്ല, ഞങ്ങളൊക്കെ തിരക്കുന്നുണ്ട്, പക്ഷേ എവിടെയാണെന്ന് അറിയത്തില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴേ ഇങ്ങനെ ഈ സംഭവം പുറത്ത് വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ. പിന്നെ എല്ലാവർക്കും വിഷമോ അവരുടെ കൂട്ടുകാരില്ലേ, എല്ലാം ഒന്നിച്ച് പഠിച്ചവരല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു വിഷമം. ഇവിടെ അവർ പറയുന്നത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചാൽ കൊന്നെന്നാണ് പറയുന്നത്. ആറ്റിക്കളയാണെന്ന് അറിയത്തില്ലേ, ആറ്റിക്കളഞ്ഞാൽ അറിയാതിരിക്കത്തില്ല. അപ്പോഴത്തേന് പ്രശ്നമാകും, എല്ലാവരും അറിഞ്ഞ് പിടിക്കും. ഇതാകുമ്പോൾ അറിയത്തില്ല, കൊണ്ടുവന്ന് സെപ്റ്റിറ്റ് ഇങ്ങനെ കാത്ത് കഴിയുമ്പം അറിയത്തുമില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്തത്, ബുദ്ധിപൂർവ്വം കളിച്ചേക്കുന്നത്. അതങ്ങനെ നമുക്ക് ചെയ്തേക്കുന്നത്. പ്രേമിച്ച് കല്യാണം കഴിച്ചത്. അവർ രണ്ടും ഒരു അപ്പുറം ഇപ്പുറം തന്നെ, ഒരു വീട്ടിൽ ഒരു മുറ്റത്ത് തന്നെ അപ്പുറം 2 കാസ്റ്റാണ്. അങ്ങനെ സ്നേഹിച്ച് കെട്ടിയത്. സ്നേഹിച്ച് അവൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി കഴിയുമായിരുന്നു. അന്നേരം പറഞ്ഞത്. ഇപ്പോഴേ ഇതൊക്കെ പുറത്ത് വന്നപ്പോഴാണ് എൻ്റെ വൈഫ് തന്നെ പറയുന്നത്, ഒരു സ്നേഹിച്ച് കെട്ടിയത് കാണുന്നില്ല, ഒത്തിരി നാളായി, ഞങ്ങൾ വർഷങ്ങളായി കണ്ടിട്ടുണ്ടെന്ന്, കാണാതിരിക്കുക എന്നൊക്കെ പറയും. ഇവൻ അന്ന് ഗൾഫിലൊന്നും അല്ല, ഇത് കഴിഞ്ഞായിരിക്കും ഗൾഫിലൊക്കെ പോയി. കേസ് തെളിയണം. മാത്രം അവനെ ഇങ്ങനെ ഇത്രയും നാളും മൂടി വെച്ചില്ലേ, നീ അങ്ങനെ വിട്ടാക്കത്തില്ലല്ലോ. അങ്ങനെ അത് വിട്ടാക്കത്തില്ല. വിടാതിരിക്കാൻ അതിനെ പിടിച്ച് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം അവനെ ശിക്ഷ കൊടുക്കണം. പിന്നെ അവൻ്റെ കൂട്ടുകാരെ എല്ലാം നല്ല രീതിയിൽ ശിക്ഷ കൊടുക്കണം, നല്ല ശിക്ഷ കിട്ടണം, കിട്ടിയെങ്കിലേ പറ്റത്തുള്ളൂ. പോലീസിൻ്റെ നല്ല ഇടപെടലാണ് നമുക്ക് വിശ്വാസം, നമ്മുടെ വിശ്വാസം. പിന്നെ നമുക്ക് ഇവരെ പറ്റി അങ്ങനെയുള്ള നമ്മുടെ സഹോദരന്മാരെ പോലുള്ള ആൾക്കാരാണ്. പിന്നെ നമുക്കറിയത്തില്ല എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. അനിലിനെ അറിയാം, ജിന്നിനെ അറിയാം, സോമനെ അറിയാം, എല്ലാ അടുത്തുള്ള ആൾക്കാരല്ലേ.
സാമൂഹികമായിട്ടൊക്കെ നല്ല റിലേഷൻഷിപ്പും കാര്യങ്ങളും മേശരിപ്പണിയാ കാര്യങ്ങളും എല്ലാവരും നമ്മളോടൊക്കെ സഹകരിച്ച് പോകുന്ന ആൾക്കാരാണ്. ഇങ്ങനെ സംഗതി ഇപ്പോൾ ഇങ്ങനെ വന്നപ്പോഴേ എല്ലാം അറിഞ്ഞിരിക്കുന്നത് നമ്മൾ അറിയുന്നത്. ഇവിടുത്തെ നാട്ടുകാരെല്ലാം അറിയുന്നത് ഇങ്ങനെ സംഗതിയാണ് എന്നാ അറിയുന്നത്? ഇവരെല്ലാം അവിടെ കൊണ്ടുവരുമ്പോഴാണ് നിങ്ങൾ അറിയുന്നത്. ഞങ്ങൾ ഇപ്പോഴും പ്രയോഗിക്കുന്ന കാര്യം ഉണ്ടെന്നുള്ള ചിന്തയിലാണ് നാട്ടുകാരെല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നത്. ഈ പ്രമോദ് കൊടുത്തു കാരണം എല്ലാവരും ചേട്ടന്മാരുടെ മക്കളാണ്, ചേട്ടന്മാരുടെ മക്കളല്ലേ എല്ലാം അടുത്തടുത്താണ് താമസിക്കുന്നത്. അപ്പോഴും കിഴക്കേശം പറഞ്ഞ ദിവസം താമസിക്കുന്നത്. ഇഷ്ടത്തിനും കാര്യങ്ങളായി കുഞ്ഞുങ്ങളുമായി അങ്ങനെയാണ് കൊച്ചു മിസ്സായി പോയി. പിന്നെ വന്ന് പിന്നെ അതിനെ വിളിച്ചു. പിന്നെ ഇവരെ പറ്റി ഒരു വിവരവും ഇല്ല. പിന്നെ ആർക്കും അറിയത്തില്ല കൊച്ചങ്ങോട്ട് പോയെന്നുള്ള ഇല്ല വന്നിട്ടില്ല. പിന്നെ നമുക്ക് അഭിപ്രായമൊന്നും അറിയത്തുമില്ല. പിന്നെ എന്തോ സംഭവിച്ചു പോയെന്ന് ആർക്കും അറിയത്തുമില്ല. പ്രമോദ് അമ്പലപ്പുഴയായിരുന്നു കല്യാണം കഴിച്ചിരിക്കുന്നത്. തോട്ടപ്പള്ളി അതേണ്ട വിഷയമായി അങ്ങനെ ഫാമിലി വിഷയത്തിൽ അങ്ങനെ മാറി നിൽക്കുമായിരുന്നു അവർ. ഇപ്പം ഈ അടുത്ത സമയത്താണ് എല്ലാ ഫാമിലിയായിട്ടൊക്കെ താമസിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ മനുഷ്യൻ്റെ അവസ്ഥകളില്ല. എന്തോ സംഭവിച്ചു പോകുന്നു, സമയങ്ങൾ എന്തോ സംഭവിച്ചു പോകുന്നു. നമുക്ക് അങ്ങനെ ക്രിമിനൽ പുള്ളികളോ ഒന്നും അല്ല ഇവര്. പ്രമോദ് ഇവിടെ ചെന്ന് ഒപ്പിടുന്നുണ്ടായിരുന്നു എല്ലാ ആഴ്ചയും. എല്ലാ ഒരു വിഷയം ഉണ്ടായിരുന്നു, ഫാമിലി വിഷയം ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന പേഷ്യൻറ്റും ഒക്കെ ഒപ്പിടുന്നുണ്ടായിരുന്നു. എനിക്കൊരു വിഷയം സംഭവിച്ചായിരുന്നു. അതെ പറഞ്ഞത് നമുക്ക് അറിയാവുന്ന കുഞ്ഞുങ്ങളാണ് ഇവര്. നമ്മുടെ ഇവിടെ കഴിഞ്ഞ് അങ്ങനെ ഒരു വിഷയം ഇവിടെ ഈ പ്രദേശത്തോ അങ്ങനെ അവരെ പറ്റിയൊരു മറ്റൊരു വിഷയങ്ങളും ഇല്ലായിരുന്നു. ഈ കലയെക്കുറിച്ച് അറിയാമോ? നമുക്കറിയാം അങ്ങനെ വിഷയങ്ങളില്ലാത്ത ഇവര് നേരത്തെ അടുത്തടുത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയാ ഇവര് പരിചയപ്പെട്ടത്? സ്നേഹബന്ധമല്ലായിരിക്കും, പ്രേമം അങ്ങനെയുള്ള ഇതായിരിക്കും. കണ്ടുമുട്ടി അങ്ങനെയുള്ള ഇതായതാണ്. 2 വയസ്സുള്ളപ്പോഴാണ് ഇവര് മിസ്സായി പോകുന്നത്. പിന്നെ ഒന്നും അറിയത്തില്ല. ഈ തള്ളയെ പുള്ളിക്കാനെ അമ്മായിപ്പനെ ഏൽപ്പിച്ചിട്ട് കുഞ്ഞ് പോയെന്നാണ് നമുക്കറിയാം. പിന്നെ ആളുണ്ടോ ഇല്ല നമുക്കറിയത്തില്ല. കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് അവിടെ ജോലിക്ക് പോയെന്നും കൊണ്ട് പോയതാണ്. പിന്നെ നമുക്ക് ഈ പക്ഷിയെ പറ്റി ഒരു വിവരമില്ല. ഈ അനിൽകുമാർ എന്ന് പറഞ്ഞ ആൾ വെളിയിലുമായിരുന്ന സമയത്ത് പിന്നെ വന്നിട്ട് പിന്നെ നമുക്ക് ഇതിനെപ്പറ്റി ഒരു കാര്യം നമ്മുടെ അറിയുന്ന കാര്യങ്ങൾ അറിയുള്ളൂ. നമുക്ക് മറ്റുള്ള കുറച്ച് അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ? ഈ തള്ളയും തന്തയും മരിച്ചുപോയി. പിന്നെ ആങ്ങളെ ഓട്ടോക്കാരായിരുന്നു. അവനുണ്ട് അനിൽകുമാർ എന്ന് പറഞ്ഞ ഓട്ടോക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പൊട്ടം പയ്യനാണ് ആ കൊച്ചൻ ഇവിടെ മാന്നാർ ഈ മാർക്കറ്റിൽ കച്ചവടത്തിനൊക്കെ പോകുന്നത്. പിന്നെ അതിൻ്റെ കുഞ്ഞമ്മയും കാര്യങ്ങളൊക്കെ അതിലും കുടുംബക്കാരെല്ലാം പണിയാൻ താമസമുണ്ട്. അല്ല അവരായതിനകത്ത് പ്രതികരിക്കും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടൊക്കെ. അവരും വിചാരിച്ചത് ഇവരും ജോലിക്ക് ഇങ്ങനെ ഇവിടെ പോയി എന്നുള്ള ചിന്തയിലാണ് ആൾക്കും. കുഞ്ഞിനെ ഉപേക്ഷിച്ച് അച്ഛനെ ഉപേക്ഷിച്ച് എല്ലാം പോയി എന്നുള്ള ചിന്തയിൽ എല്ലാവരും നിന്ന് ഈ നാട്ടുകാരും വിശേഷിച്ച് നിന്നത് അങ്ങനെ. ഒരുപാട് ചോദിക്കുന്നുണ്ടായിരുന്നു, സോമ നീ അങ്ങനെ ചെയ്തത് ശരിയായോടാ? അതെ, അവൻ സഹോദരിയുടെ ഈ കലയുടെ അമ്മയുടെ കുഞ്ഞമ്മയുടെ മോളാ അവർ ചെങ്ങന്നൂർ അതിൻ്റെ വായന അയച്ചത്. അന്നേരം അവിടെ വെച്ച് ഇവരെ കണ്ടപ്പോൾ കയറി പ്രതികരിക്കുകയൊക്കെ ചെയ്തു. അത് എല്ലാവരും ഒരു പാത്രത്തിൽ കഴിച്ചു കുടിച്ച് കിടന്ന ആൾക്കാർ ചെങ്ങന്നൂർ അതിനെ അയച്ചേക്കുന്നത്. അതിൽ കടയിൽ അങ്ങനെ സ്റ്റേലായിട്ട് നിൽക്കുക. അത് നമ്മളും കണ്ട് പേപ്പറിൽ കണ്ടപ്പോഴാണ് കണ്ടത്. പ്രതികരിക്കുന്നത് കണ്ടു. പുള്ളിക്കാരി മുളക്കടി കണ്ട വിവാഹം കഴിച്ചേക്കുന്നത്. അവിടെ കടയിൽ സ്റ്റാഫാണ്. എന്നിട്ട് ഇവരെ കൊണ്ടുവരുന്ന കണ്ടപ്പോഴേ അറിഞ്ഞപ്പോഴേ പുള്ളിക്കാരി അവിടെ നിന്നതാണ്. നിന്നപ്പോൾ പ്രതികരിച്ച് നമ്മൾ ഈ പേപ്പറിലും ന്യൂസിലും കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഒരു 3 വർഷം 4 വർഷം കഴിയുമ്പോഴെങ്കിലും ഇത് പോലീസിനോട് അത് അവരും ഈ പറഞ്ഞതിൻ്റെ കൂട്ട് പിന്നെ പോയെങ്കിൽ പോട്ടെ എന്നായിരിക്കും ചിന്തിച്ചത്. അതായിരിക്കും എൻ്റെ കാര്യം. അല്ലെങ്കിൽ പിന്നെ ഒരു പെൺകുട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ കഴിയുന്നതന്നെ പോലീസ് വിവരം അറിയിപ്പിക്കുക, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആൾക്കാരെ അറിയിപ്പിക്കുക എന്നുള്ളത്. ഇതിപ്പോൾ ഈ സോമൻ എന്തിനാ ഈ 15 വർഷം ഇത് ഒളിപ്പിച്ചു വെച്ചത്? ഇവരെല്ലാം പിന്നെ ബന്ധുക്കളും ചേരക്കാരും ഒക്കെ ഇല്ലയോ. ഇപ്പം ഇതിനകത്ത് പിടിച്ചേക്കുന്ന ആൾക്കാരെല്ലാം ബന്ധുക്കളാണ്. ഇതിപ്പോൾ SNDPയുടെ തമ്മിൽ പോരാന്നോ ഇതിനുള്ള കാരണം? ഇപ്പം വരാൻ കാര്യം? ഇപ്പം വരാനുള്ള കാരണം അതല്ല. ഇപ്പം എന്തോ അതേപ്പറ്റി ഇന്നത്തെ പേപ്പറിനകത്ത് വന്ന് പറഞ്ഞേക്കുന്നത് അത് തന്നെ. അഭിപ്രായ വ്യത്യാസങ്ങളും അടിയുമ്പകളും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അല്ലാതെ നമുക്കൊന്നും അറിയത്തൊന്നുമില്ല. എല്ലാവരും പറയുന്നില്ല പേടിച്ചാണെന്ന്. ഇപ്പം 10-15 കൊല്ലമായ ഒരു സംഭവം ഇവരെ ആർക്കെങ്കിലും അവർക്ക് പോലീസ് റിപ്പോർട്ട് ചെയ്യാൻ വയ്യായിരുന്നോ? അല്ലെ പെണ്ണിൻ്റെ വീട്ടുകാർ റിപ്പോർട്ട് ചെയ്യായിരുന്നായിരുന്നോ? അവരും ചെയ്തില്ല. ഇവരെ കണ്ടവരൊട്ട് മിണ്ടിയില്ല. ഇപ്പോഴല്ലേ ഓരോരുത്തരെ ചുരുളടിച്ച് വിടുന്ന ഓരോരുത്തർ ഇപ്പോഴല്ലയോ പേപ്പറിനകത്തും മറ്റുള്ള വന്നതിനായിട്ടും അല്ലയോ ഞാൻ കണ്ടു മറ്റൊരു കണ്ടു എന്നൊക്കെ പറയും. ആരോടും പറയാതെ രഹസ്യമാക്കി വെച്ചതും തെറ്റാ. അല്ല അങ്ങനെ എല്ലാവരും ഇല്ലേ, പലരും ഇല്ലേ. ഇയാൾ മാത്രമല്ല പലരും ഇല്ലയോ. സോമൻ കടയാണ് നടത്തുന്നുണ്ടായിരുന്നോ ഇവിടെ ഈ മുക്കിനാണ്. അപ്പോൾ അവിടെ പുള്ളിയെ കൊട്ടി വിളിക്കുന്നത്? അവിടെ ചെന്ന് വിളിച്ചെന്നാ ഇന്ന് പേപ്പറിനകത്ത് വന്നേ. വേറെ ആൾക്ക് ബിസിനസ് ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഞാൻ ചോദിക്കുക, അപ്പോൾ ഒരാൾ കൊന്നു വെച്ച് നാട്ടുകാരെ എല്ലാം വിളിച്ച് തേണ്ടറാ കൊന്നു വെച്ചേക്കുന്നൊന്നും ആരോടെങ്കിലും പറയുമോ? അതിന് വേറെ കാര്യമുണ്ട്.
ഈ പിന്നെ കൊന്നാളിൻ്റെ വീടും മറ്റേ അടുത്തല്ലേ, തൊട്ടടുത്തല്ലേ. അപ്പോൾ അയാളെ ഇനിയും പിന്നെ ഇവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്യുകയോ വല്ല മറ്റോ ചെയ്യുകയാണെങ്കിൽ അവർ കാണുമെന്നുള്ളതോ വിചാരിച്ചായിരിക്കാം ചിലപ്പോൾ. ചിലപ്പോൾ ഇദ്ദേഹത്തിന് സഹായം കൊണ്ട് ഇദ്ദേഹത്തിന് കടയുടെ പുറകിൽ എങ്ങാനും കുഴിച്ചിടാനോ വല്ല പദ്ധതിയായിരിക്കും. അത് പറ്റത്തില്ല, അന്നേരം അറിയത്തില്ല. ഇവരെ ഈ കൊണ്ടുവന്ന് ആ വീട്ടിൽ ചെയ്യുവാണെങ്കിൽ അടുത്ത താമസക്കാരൻ ഇയാളാണ്. അപ്പോൾ അത് അറിയാതിരിക്കാൻ വേണ്ടി അയാളെ നേരത്തെ അങ്ങ് അറിയിച്ചതായിരിക്കും. അങ്ങനെ വരരുതോ? കാരണം ഇവിടെ എന്തെങ്കിലും നടന്നാൽ അയാൾ അറിയും. അതായിരിക്കുമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ പേപ്പറിനകത്ത് കണ്ടേക്കുന്ന വിവരമാണ് നമ്മൾ ഈ പറയുന്നത്. ഇതിനെപ്പറ്റി നമ്മളൊന്നും അന്വേഷിക്കാറുമില്ല.